بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العظيم المنان رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر قال سيدنا ونبينا وحبيبنا محمد صلى الله عليه وسلم من كثر كلامه كثر ذنوبه ومن كثر ذنوبه مات قلبه ومن مات قلبه دخل في النار. ഏറ്റവും സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. അല്ലാഹ് പൊരുത്തപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെയും നമ്മോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തി തരട്ടെ. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ സന്തോഷത്തോടെ പറഞ്ഞ് മരിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്കൊക്കെ നസീബാക്കി തരട്ടെ. മരണമെന്ന് പറയുന്നത് എല്ലാ ശരീരവും അനുഭവിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ഒരു മനുഷ്യന് മറ്റൊരാളോട് പറയാൻ അല്ലെങ്കിൽ ഉറപ്പുള്ള സംഭവിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ലാത്ത ഒരു വിഷയമാണ് മരണമെന്ന് പറയുന്നത്. ബാക്കി എന്താ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുക? എന്തെങ്കിലും ഒന്ന് നിങ്ങൾ പറഞ്ഞാണ്. എന്ത് വിഷയമാണ് നമുക്ക് ഉറപ്പുള്ള സംഗതി ഉള്ളത് മരണമില്ലാത്ത? ഉണ്ടോ? ഇല്ല. മരണം എന്നത് അത് സത്യം. ഇത് കൂട്ടാനാ പറഞ്ഞു. കാരണം മരണമെന്ന് പറയുന്നത് അത്രമേൽ വലിയ ഒരു യാഥാർത്ഥ്യമാണ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ടല്ലോ, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ശരീരവും മരണത്തെ രുചിക്കുന്നതാണ്. എല്ലാ ശരീരവും മരണത്തിൻ്റെ രുചി അറിയുന്നതാണ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. എന്നാലോ മരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയോ അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഒരു മനുഷ്യൻ്റെ ഒരു സെക്കൻഡ് പോലും അവൻ പാഴാക്കി കളയുകയില്ല. ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം, ഈസാ നബി അലൈഹിസ്സലാമിനൊരു ജോലി ഉണ്ടായിരുന്നു. എന്ത്? മരിച്ച ആളുകളെ ജീവിപ്പിക്കുക എന്നത്. ഞാൻ ആ വിഷയം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് മുന്നേ. മരിച്ച ആളുകളെ ജീവിപ്പിക്കുന്ന ആളായിരുന്നു ആര്? റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം. അങ്ങനെ ഈസാ നബി അലൈഹിസ്സലാം അതിങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ ആ കാലഘട്ടത്തിലെ കുഫാറുകൾ ഈസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ഈ അടുത്ത കാലത്ത് മരിച്ച ആൾക്കാരല്ലേ നിങ്ങൾ ജീവിപ്പിക്കണത്? കൊല്ലങ്ങൾക്ക് മുന്നേ മരണപ്പെട്ട ആളുകളെ നിങ്ങൾക്ക് ജീവിപ്പിക്കാൻ പറ്റുമോ? ആ സമയത്ത് ഈസാ അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, നിങ്ങൾ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ പരിചയത്തിലുള്ള ഏതെങ്കിലും ഒരു ഖബർ കാണിച്ചു തന്നോളൂ. എത്ര പഴക്കം ചെന്നതാണെങ്കിലും ആ ഖബറിലുള്ള മയ്യത്തിനെ ഞാൻ എഴുന്നേൽപ്പിച്ചു തരാം. ആ കാലഘട്ടത്തിലെ കുഫാറുകൾ ബഹുമാനപ്പെട്ട സയ്യിദുനാ ശൈഖുൽ അംബിയാ നൂഹ് നബി അലൈഹിസ്സലാം അവിടുത്തെയുടെ മകനാകുന്ന സാമിൻ്റെ ഖബർ കാണിച്ചു കൊടുത്തു. സാമിൻ്റെ ഖബർ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഈ ഖബറിലുള്ള മയ്യത്തിനെ ഒന്ന് എഴുന്നേൽപ്പിക്കണേ. ഈസാ നബി അലൈഹിസ്സലാം ആ ഖബറിൻ്റെ സമീപത്ത് വെച്ചുകൊണ്ട് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് പടച്ച റബ്ബിൻ്റെ ദർബാറിലേക്ക് കൈകളുയർത്തിയിട്ട് പൊട്ടിക്കരഞ്ഞ് റബ്ബിനോടങ്ങ് ദുആ ചെയ്തു, അല്ലാഹ് എന്നെ കൈവിടല്ല റബ്ബേ. എൻ്റെ ചുറ്റും കൂടി നിൽക്കുന്നത് ആയിരക്കണക്കായ കുഫാറുകളാണ്. നിന്റെ പരിശുദ്ധമായ ദീനിൻ്റെ സംസ്ഥാപനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇവരുടെ മുന്നിൽ ഞാൻ പരാജയപ്പെട്ടാൽ അത് പരിശുദ്ധ
പരിശുദ്ധമായ ദീനിനെ മങ്ങലേൽക്കലാണ്. അതുകൊണ്ട് എന്നെ പരാജയപ്പെടുത്തല്ല അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനാകുന്ന ഈസാ അലൈഹിസ്സലാം അങ്ങ് ദുആ ചെയ്തു. ആ ദുആ പടച്ചറബങ്ങ് കബൂലാക്കി എന്ന് മാത്രമല്ല, ആ ഖബറിൻ്റെ മൂടുകല്ലുകളും അതുപോലെ വള്ളിപ്പടർപ്പുകളുമെല്ലാം വകഞ്ഞു മാറ്റിക്കൊണ്ട് ആ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരികയാണ് സാം ഇബ്നു നൂഹ് അലൈഹിസ്സലാമിൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ സാം ഖബറിൻ്റെ മുകളിലേക്ക് എഴുന്നേറ്റ് വന്നു. സാം എന്നവർ മരിച്ചിട്ട് മറവ് ചെയ്യുമ്പോൾ ഒരൊറ്റ തലമുടിയും താടി രോമവും നരച്ചിട്ടില്ല. പക്ഷേ അവസാനം ബഹുമാനപ്പെട്ടവര് ഈസാ നബി അലൈഹിസ്സലാം എഴുന്നേൽക്കാൻ അള്ളാഹുവിൻ്റെ ഓർഡറോടെ കൽപ്പിച്ചിട്ട് എഴുന്നേറ്റ് വന്ന സമയത്ത് താടി രോമങ്ങളും തലമുടിയുമെല്ലാം നരച്ചിരിക്കുകയാണ്. ഈസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, സാമേ, നിന്റെ ജനാസ മറവ് ചെയ്യുന്ന സമയത്ത് നീ നരച്ചിട്ടില്ലല്ലോ, പിന്നെ എന്തേ ഇത്രയും നരച്ചത്? നിങ്ങൾ ഈ ഖബറിലേക്ക് പോയിട്ട് കാലം എത്രയായി എന്ന് ചോദിച്ചപ്പോൾ സാമെന്നവർ പറഞ്ഞു, 40 അല്ലെങ്കിൽ 4 ആഴ്ചയോ അല്ല, 4 ദിവസമല്ല, 400 ദിവസമല്ല. മഹാനാകുന്ന സാം ഇബ്നു നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, നൂഹ് നബിയുടെ പൊന്നുമോൻ സാം പറഞ്ഞു, ഈസാ നബിയെ, ഞാൻ മരിച്ചിട്ട് 4000 കൊല്ലമായി. 4000 കൊല്ലമായി അസ്രായീൽ എൻ്റെ ചങ്കിൽ നിന്ന്, എൻ്റെ തൊണ്ടക്കുഴിയിൽ നിന്ന് റൂഹിനെ പറിച്ചെടുത്തിട്ട്. പക്ഷേ 4000 കൊല്ലങ്ങൾക്ക് മുമ്പ് സംഭവിച്ചതാണ് എൻ്റെ റൂഹിനെ പിടിക്കലെങ്കിലും ഫമാ ദഹബ അന്നീ അലമു സക്കറാത്തിൽ മൗത്ത്, ഇന്നേ വരെ ആ മരണത്തിൻ്റെ വേദന എന്നിൽ നിന്ന് വിട്ടുപോയിട്ടില്ല. ജനാസ മറവ് ചെയ്ത് 4000 കൊല്ലം കഴിഞ്ഞിട്ടും നൂഹ് നബിയുടെ മകൻ പറഞ്ഞത്, 4000 കൊല്ലം കഴിഞ്ഞിട്ടും എൻ്റെ മരണത്തിൻ്റെ വേദന എന്നിൽ നിന്ന് വിട്ടുപോയിട്ടില്ല. അതാണ് സഹോദരങ്ങളെ, മരണത്തിൽ നിന്ന് നമ്മൾ ആദ്യം പഠിക്കേണ്ട പാഠം അതാണ്. മരണമെന്ന് പറയുന്നത് അത്രമേൽ വലിയ യാഥാർത്ഥ്യമാണ്. വളരെ പ്രയാസകരമായ സാഹചര്യങ്ങൾ ഒരു പക്ഷേ നമ്മുടെ മരണത്തിൻ്റെ സമയത്തുണ്ടായേക്കാം. അള്ളാഹു എല്ലാ പ്രയാസങ്ങളെ തൊട്ടും നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ ഈ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ടല്ലോ, ബനൂ ഇസ്രായേലുകാരാകുന്ന ഒരു വിഭാഗം ആളുകൾ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബനൂ ഇസ്രായേലുകാരാകുന്ന ഒരു വിഭാഗം ആളുകൾ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. ആ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരൊരു ഖബർസ്ഥാനിൻ്റെ പരിസരത്തെത്തി. അവരെല്ലാവരും ഒരു പള്ളിപ്പറമ്പിൻ്റെ ഒരു ഖബർസ്ഥാനിൻ്റെ പരിസരത്തെത്തി. ആ സമയത്ത് അവർ പറഞ്ഞു, നമ്മളിപ്പോൾ ഇങ്ങനെ വയലൊക്കെ കേൾക്കൂലേ, മരണത്തെക്കുറിച്ച് എത്രയോ പ്രഭാഷണങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ മരിച്ച ഒരാൾ വന്നിട്ട് ഇന്നതാണ് മരണത്തിൻ്റെ അവസ്ഥ എന്ന് നമ്മളോട് ആരോടും ചെയ്തിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ ഒന്നുകൂടിയൊക്കെ നന്നാവുമായിരുന്നു. പക്ഷെ അങ്ങനത്തെ ഒരു സാഹചര്യമൊട്ട് ഇല്ലതാനും. അങ്ങനെ ബനൂ ഇസ്രായേലുകാരാകുന്ന ആളുകൾ ഈ യാത്രയുടെ ഇടയിൽ ഒരു ഖബർസ്ഥാനിലെത്തിയപ്പോൾ ചില ആളുകൾക്ക് അങ്ങനെയാണല്ലോ, കൂട്ടം കൂടുമ്പോഴാണ് പലതും ഉണ്ടാവുക. നമ്മൾ ഏകാന്തമായി സഞ്ചരിക്കുമ്പോൾ തെറ്റിലേക്ക് എത്താനുള്ള സാഹചര്യങ്ങൾ കുറയുകയും നമ്മൾ കൂടുതലായി കൂട്ടം കൂടിയിട്ട് കൂട്ടുകാരുമൊത്ത് കൂടുമ്പോൾ ധാരാളമായി തെറ്റിലേക്കുള്ള സാഹചര്യങ്ങൾ കൂടുകയും ചെയ്യും. അപ്പോൾ ഒരു കള്ള് കുടിക്കണം അല്ലെങ്കിൽ കള്ള് കുടിക്കണ്ട എന്നുള്ളൊരു ചിന്തയോടെ നടക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ ഒരു മദ്യപാനിയുടെ കൂടെ അവൻ എത്തിക്കഴിഞ്ഞാൽ വല്ലാതെ വഴുകാതെ ഓനെന്ത് ചെയ്യും, കുടിക്കും. അങ്ങനെ ഇവരെല്ലാവരും കൂടി പോകുമ്പോൾ ഒരാൾ പറഞ്ഞു, എന്താണ് മരണത്തിൻ്റെ അവസ്ഥ എന്ന് നമുക്ക് ആർക്കും അറിയില്ലല്ലോ, നമ്മളാരോട്ടും മരിച്ചിട്ടില്ല. നമ്മളൊരു കാര്യം ചെയ്താലോ, ഈ ഖബർസ്ഥാനിൽ നിന്ന് ഒരാളങ്ങോട്ട് വിളിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്ന പരിപാടി എന്നൊന്ന് ചോദിച്ചു നോക്കിയാലോ എന്നൊരഭിപ്രായം. ഒരാൾ ഈ അഭിപ്രായം പറഞ്ഞപ്പോൾ മറ്റെല്ലാവരും അതിനെന്ത് ചെയ്തു,
മറ്റെല്ലാവരും അതിനെ പിന്താങ്ങി എന്ന് മാത്രമല്ല, ആ ഖബർസ്ഥാൻ്റെ പരിസരത്ത് വെച്ചുകൊണ്ട് അവർ പടച്ച റബ്ബിന് വേണ്ടി 2 റക്അത്ത് നിസ്കരിക്കുകയാണ്. 2 റക്അത്ത് നിസ്കരിച്ചിട്ട് പടച്ച റബ്ബിനോട് ദുആ ചെയ്തു, പടച്ചോനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉറപ്പൊന്ന് സ്ഥിരപ്പെടാൻ വേണ്ടിയിട്ടാണ്. എന്താണ് മരണത്തിൻ്റെ അവസ്ഥയെന്നൊന്ന് ഞങ്ങൾക്കറിയാൻ, ഒരു മയ്യിത്തിനോട്, മരിച്ച ഒരാളോട് ഞങ്ങൾക്ക് ചോദിക്കണമെന്നുണ്ട്. അതിനുള്ളൊരു അവസരം നൽകണേ അല്ലാ എന്നവരെല്ലാവരും പടച്ച റബ്ബിനോടങ്ങ് ദുആ ചെയ്തപ്പോൾ അതാ ഒരു ഖബറിൽ നിന്നൊരാളുടെ തല പുറത്തേക്ക് വരികയാണ്. ഇവരെല്ലാവരും കൂടി കൂട്ടമായിരുന്നിട്ട് പടച്ച റബ്ബിനോടങ്ങ് ദുആ ചെയ്തപ്പോൾ ആ സമയം അത്ല റജുലുൻ റഅസഹു, ഒരു മനുഷ്യൻ്റെ തല മിൻ ഖബരി മിൻ തിൽക്കൽ മഖാബിർ, ആ ഖബർസ്ഥാനിലെ ഒരു ഖബറിൽ നിന്ന് ഒരാളുടെ തല ഇങ്ങോട്ട് പുറത്തേക്ക് വന്നു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ 2 കണ്ണുകളുടെ ഇടയിലുണ്ട് അഥറുസ് സുജൂദ്, പടച്ച റബ്ബിന് ധാരാളമായി സുജൂദ് ചെയ്തതിൻ്റെ നിസ്കാരത്തഴമ്പ് അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ കാണുന്നുണ്ട്. ആ തല പുറത്തേക്ക് വന്ന ആളുടെ നെറ്റത്ത് എന്തുണ്ട്? നിസ്കാരത്തഴമ്പുണ്ട്. സുജൂദ് ധാരാളമായി ചെയ്തതിൻ്റെ അടയാളം കാണുന്നുണ്ട്. ആ സമയത്ത് ആ ഖബറിൽ നിന്ന് പുറത്തേക്ക് വന്ന തലയുടെ ഉടമയുണ്ടല്ലോ, അദ്ദേഹം ഒരുപാട് നിസ്കരിച്ചവരാണ്. ആ നിസ്കാരത്തിൻ്റെ തൽഫലമായി സുജൂദ് ചെയ്തതിൻ്റെ അടയാളവും അദ്ദേഹത്തിൻ്റെ നെറ്റിയിലുണ്ട്. അദ്ദേഹം വന്നുകൊണ്ട് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾ എന്നിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്? യാ ഹൗലായി മാ അറത്തും ഇലയ്യ, എന്താണ് നിങ്ങൾ എന്നോട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്? എന്തൊക്കെയോ എന്നോട് ചോദിച്ച് മനസ്സിലാക്കണമെന്ന് നിങ്ങൾക്കുണ്ടല്ലോ, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാമെന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാവരും കൂടി മരണത്തെക്കുറിച്ച് ചോദിക്കാൻ ഒരുങ്ങുകയാണ്. പക്ഷേ മാറത്തും ഇലയ്യ, നിങ്ങൾ എന്താണ് എന്നിൽ നിന്ന് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും അവരുടെ ആ ചോദ്യവും സംശയങ്ങളുമെല്ലാം ചോദിക്കാൻ ഒരുങ്ങുമ്പോൾ ആ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വന്ന മനുഷ്യൻ ഇവരുടെ ചോദ്യം തുടങ്ങുന്നതിൻ്റെ മുന്നേ എല്ലാവരും തയ്യാറായി. എന്തിന്? ചോദിക്കാൻ വേണ്ടിയിട്ടാ. ഓരോരുത്തർക്ക് പല ചോദ്യങ്ങളുണ്ടാവുമല്ലോ. ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി ഓരോരുത്തരിങ്ങനെ സടകുടഞ്ഞ് റെഡിയാകുമ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നോട് ചോദിക്കാൻ? ഫഖദ് മുത്ത് മുന്തു മിഅത സന, ഞാൻ 100 കൊല്ലം മുന്നേ മരണപ്പെട്ട മനുഷ്യനാണ്. പക്ഷേ ഫമാ സകന്തു അന്നി ഹറാറത്തൽ മൗത്ത്, അസ്റായീൽ അലൈഹിസ്സലാമിൻ്റെ റൂഹിനെ പറിച്ചെടുത്തപ്പോൾ എൻ്റെ ശരീരത്തിന് വന്നു പോയ ആ മരണത്തിൻ്റെ ചൂട് അത് ഇന്നേ വരെ തണുത്തിട്ടില്ല. എന്തിപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയത്? മരിക്കാൻ തന്നെ കുറച്ച് ചീരിഞ്ഞും കുറച്ച് ലഡുവൊക്കെ കൊടുത്തിട്ട് ആൾക്കാർക്ക് കൊടുക്കുക, 4 ആളെ കൂടിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പാസ്സാക്കുക. ഇതപ്പോൾ മരണം എന്ന് വിചാരിച്ചിരിക്കണ നിങ്ങൾ? ആണോ? അല്ല. മരണമെന്ന് പറയുന്നത്, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്, എത്ര വർഷം അല്ലാഹു ആയുസ് തന്നാലും ആ ആയുസ് മുഴുവനും ആ മരണം എന്ന് പറയുന്ന യാഥാർത്ഥ്യത്തെ സുന്ദരമാക്കാനുള്ള അധ്വാനത്തിന് വേണ്ടിയാണ്. നമുക്കിങ്ങനെ തോന്നും ഇപ്പം നല്ല ആരോഗ്യമുള്ള സമയമല്ല, അതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട്. അള്ളാഹു ഒരു മനുഷ്യൻ്റെ ആയുസ് മുഴുവനും ആഖിറത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ സുന്ദരമായൊരു പോക്ക് പോകണം. അതിനാണല്ലോ അല്ലാഹു ദുനിയാവ് തന്നത്. അപ്പോൾ ഇവരെല്ലാവരും കൂടി ചോദിക്കാൻ വേണ്ടി ഇങ്ങനെ റെഡിയാവുമ്പോഴേക്ക് മൂപ്പര് പറഞ്ഞു, എന്താ നിങ്ങൾക്ക് വേണ്ടത്? ഞാൻ മരിച്ചിട്ട് 100 കൊല്ലയിക്കണം, പക്ഷേ ആ 100 കൊല്ലം മുന്നെ റൂഹ് പിടിച്ച ചൂട്, മരണം സംഭവിച്ച ഉടനെ ശരീരം എന്തേക്കാരം? ചൂടയിക്കാരം. പിന്നെ എന്ത് ചെയ്യുക? അത് ഫ്രീസാവുക, പിന്നെയത് തണുപ്പിലേക്ക് വരിക. അങ്ങനെ ഈ മരണം സംഭവിച്ച സമയത്ത് റൂഹിനെ പിടിക്കുന്ന സമയത്തുണ്ടായ ആ ചൂട് 100 കൊല്ലം മുന്നേ സംഭവിച്ചതാ, ഇന്നേ വരെ തണുത്തുപോയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ആ സഹോദരങ്ങളെല്ലാവരും ചോദ്യം അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഫദഉല്ലാഹ അസ്സ വജല്ല ലി, ആ ഖബറിൽ നിന്ന് പുറത്തേക്ക് വന്ന മനുഷ്യൻ പറയുകയാണ്, അതുകൊണ്ട് നിങ്ങളെല്ലാവരും അള്ളാഹിനോട് എനിക്ക് വേണ്ടി ഒന്ന് ദുആ
ദുആ ചെയ്യണേ. കമാ യുഈദുനി കമാ കുന്ത്, ഞാൻ ആദ്യം എങ്ങനെയായിരുന്നോ എൻ്റെ അവസ്ഥ, അതേ അവസ്ഥയിലേക്ക് എന്നെ ഒന്ന് തിരിച്ചു തരാൻ അള്ളാഹിനോട് നിങ്ങളൊന്ന് ദുആ ചെയ്യണേ എന്ന് ഒരു ഖബറാളി വന്നുകൊണ്ട് പറയുന്നുണ്ടെങ്കിൽ സഹോദര, മരണം എന്നത് വലിയൊരു യാഥാർത്ഥ്യമാണ്. മരിച്ചിടും ജനിച്ച മർത്യരൊക്കെയും വിതർക്കമിന്നൊരുത്തരും പറഞ്ഞിടാത്ത സത്യമാണതെങ്കിലും മരിച്ചതിൻ്റെ പിന്തു മറ്റൊരന്തമറ്റ ജീവിതം ഭരിച്ചിടുന്നതാണ് മർത്യനുള്ള മേന്മയോർക്കനി. വലിയ വലിയ ആൾക്കാരൊക്കെ മരിച്ചു പോയിട്ടുണ്ട്. ഞാനാണ് വലിയവനെന്ന് അഹങ്കരിച്ച് നടന്നിരുന്ന ആളുകളൊക്കെ, സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നുപോയി കാലചക്ര വിഭ്രമത്തിലെങ്കിലേ നമുക്കു പിന്നെ എന്തു ശങ്ക മാറ്റമൊന്നുമില്ലതിൽ. നമ്മളും പോവും. നമ്മൾ പോവില്ല എന്ന് നമ്മളെ പ്രവർത്തനം കൊണ്ടും നമ്മളെ സ്വഭാവം കൊണ്ടൊക്കെ നമുക്ക് തോന്നിപ്പോവാണ്. പക്ഷെ മരണം എന്ന യാഥാർത്ഥ്യത്തെ മറികടക്കാൻ ഒരാൾക്കും സാധ്യമല്ല. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ശരീരവും മരണത്തെ രുചിക്കുന്നതാണ്. ഉറപ്പുള്ള ഒരേ ഒരു സംഗതി ഉണ്ടെങ്കിൽ അതും മരണം തന്നെയാണ്. അല്ലാഹുവേ, ഞങ്ങളെ മരണത്തിൻ്റെ വേദന ഞങ്ങൾക്ക് ലഘൂകരിക്കണേ അല്ലാ. ഈമാൻ ഞങ്ങൾക്ക് സലാമത്താക്കണേ അല്ലാ. പ്രിയപ്പെട്ടവരെ, ഈ അടുത്ത് നടന്ന മരണങ്ങളൊക്കെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്ന മരണങ്ങളാണ്. എൻ്റെ പ്രിയപ്പെട്ട അയൽവാസിയായ മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന എൻ്റെ കളിക്കൂട്ടുകാരൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ, 13 വയസ്സുള്ള ഷിഫിൻ സരീദ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട മോൻ വളരെ ശാന്തസുന്ദരമായി നടന്ന് ജീവിച്ചവരാണ്. പെട്ടെന്ന് പടച്ച റബ്ബിൻ്റെ വിളിക്കുത്തരം ചെയ്ത് യാത്ര പോവുകയാണ്. മഹല്ലിലെ ഉളഹിയത്ത് നടക്കുന്നുണ്ട്. അതൊന്ന് കാണാൻ വേണ്ടി ഉമ്മയോടും വല്യമ്മയോടും സമ്മതം ചോദിച്ചിട്ട് പെട്ടെന്ന് പോയൊന്ന് വരാമെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പുറപ്പെട്ടവനാണ്. 100 മീറ്റർ എത്തിയിട്ടില്ല. അപ്പോഴേക്ക് പടച്ച റബ്ബിൻ്റെ അചഞ്ചലമായ തീരുമാനം വരികയാണ്. അല്ലാഹുവേ, ആ പൊന്നുമോൻ്റെ ഖബർ സ്വർഗമാക്കണേ അല്ലാ. പാരത്രിക ദറജ ഉയർത്തണേ റഹ്മാനെ. അല്ലാഹുവേ, ആ വേർപാടിൽ വേദന അനുഭവിക്കുന്ന, വിഷമം അനുഭവിക്കുന്ന നാട്ടുകാർ, കുടുംബങ്ങൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും ക്ഷമ പ്രദാനം ചെയ്യണേ അല്ലാ. മാതാപിതാക്കളെയും കൂട്ടുകുടുംബാദികളെയും സ്വർഗത്തിലേക്ക് ആനയിക്കാനുള്ള മഹാഭാഗ്യമാ പ്രിയപ്പെട്ട പൊന്നുമോന് നസീബാക്കണേ അല്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല മരണം നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അതുകൊണ്ട് ജീവിതം എന്ന് പറയുന്നത് ജീവിതത്തെ പുഷ്ടിപ്പെടുത്താനുള്ളതല്ല. മനസ്സിലായില്ല? ജീവിതം എന്ന് പറയുന്നത് ജീവിതത്തെ ഉഷാറാക്കാനുള്ളതല്ല. നിങ്ങൾക്ക് മനസ്സിലായില്ല? ജീവിതം എന്ന് പറയുന്ന സംഭവം അള്ളാഹു തന്നത് ജീവിതത്തെ ഉഷാറാക്കാനല്ല. പിന്നെ എന്തിനെ ഉഷാറാക്കാനാ? മരണത്തെ ഉഷാറാക്കാൻ വേണ്ടിയിട്ടാണ്. അതിനാണ് അള്ളാഹു ജീവിതത്തെ തന്നത്. അദ്ദുനിയാ മസ്റഅത്തുൽ ആഖിറ, ദുനിയാവ് എന്ന് പറയുന്നത് ആഖിറത്തിലേക്കുള്ള കൃഷിയിടമാണ്. ഇവിടെ നല്ല കൃഷി നമ്മൾ നടത്തണം. അത് ഇബാദത്താണ്. എങ്കിലേ നല്ല വിളവുകൾ നമുക്ക് കൊയ്യാൻ സാധിക്കുകയുള്ളൂ. വിളവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പാരത്രിക ലോകത്ത് എന്തെങ്കിലും ഒരു കയ്യിലിരിപ്പുണ്ടാവുകയുള്ളൂ. അള്ളാഹു നമ്മുടെ ഈമാൻ വർദ്ധിപ്പിച്ചു തരട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ 1-2 ആഴ്ചയിൽ ചർച്ച ചെയ്തിരുന്നു വെള്ളിയാഴ്ചയുടെ ശ്രേഷ്ഠതകളെപ്പറ്റി. ആ വെള്ളിയാഴ്ചയുടെ ശ്രേഷ്ഠത പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അല്പം കാര്യങ്ങൾ കൂടി അതിൻ്റെ ബാക്കി പറയാനുണ്ട്. വെള്ളിയാഴ്ച ദിവസമായി കഴിഞ്ഞാൽ ഹബീബായ മുത്തുനബി പഠിപ്പിക്കുകയാണ്, ഇദാ കാന യൗമുൽ ജുമുഅത്തി യബ്അസുല്ലാഹു തആലൽ മലായികത അലാ വജ്ഹിൽ അർള്. വെള്ളിയാഴ്ച ദിവസമാഗതമായി കഴിഞ്ഞാൽ അല്ലാഹു ഭൂമി ലോകത്തേക്ക് ധാരാളം മലക്കുകളെ പറഞ്ഞേക്കുന്നതാണ്. അവരുടെ കൈകളിൽ വഫീ ഐദീഹിം അഖ്ലാ മിൻ ദഹബ് വഖറാതീസ മിൻ ഫില്ലാ. ആ മലക്കുകളുടെ കൈകളിലൊക്കെ നല്ല സ്വർണം കൊണ്ട് നിർമ്മിക്കപ്പെട്ട പേനകളും വെള്ളികൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട പേപ്പറുകളുമുണ്ട്. മാത്രമല്ല, ആ മലക്കുകളെല്ലാവരും എന്ത് ചെയ്യുമെന്നറിയോ? വെള്ളിയാഴ്ച ദിവസം യഖിഫൂന അലാ അബ്വാബിൽ മസാജിദ്, പള്ളിയുടെ വാതിലുകളിലൊക്കെ അവരിങ്ങനെ നിൽക്കും. പള്ളിയുടെ സകല വാതിലിനടുത്തും ആരുണ്ടാവും?
മലായിക്കത്തുകൾ ഈ സ്വർണത്തിൻ്റെ പേനയും വെള്ളിയുടെ പേപ്പറും പിടിച്ചുകൊണ്ട് മലായിക്കത്തുകൾ ഇങ്ങനെ നിൽക്കുകയാണ്. പള്ളിയിൽ ആ വാതിലുകളിലൂടെ പള്ളിയിൽ കടന്നിട്ട് ജുമാ നിസ്കരിച്ച ആളുകളുടെ പേര് വിവരങ്ങളെല്ലാം അവർ എഴുതി വെക്കുന്നതാണ്. സ്വർണത്തിൻ്റെ പേന കൊണ്ടാണ് രേഖപ്പെടുത്തുന്നത്, വെള്ളിയുടെ പേപ്പറിലാണ് രേഖപ്പെടുത്തി വെക്കുന്നത്. അങ്ങനെ നിസ്കാരമെല്ലാം കഴിഞ്ഞാലോ, അന്നത്തെ ജുമാ അവസാനിച്ചാൽ ജുമാ കഴിഞ്ഞാൽ അവരെ ആകാശ ലോകത്തേക്ക് ചെന്നുകൊണ്ട് അവർ പടച്ച റബ്ബിനോട് പറയുമത്രേ, യാ റബ്ബന കതബ്നാ ഇസ്മു മൻ ദഖലൽ മസ്ജിദ വസല്ലൽ ജുമാ. പടച്ചോനെ, ഞങ്ങൾ പള്ളിയിൽ പോയിട്ട് നീ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി ചെയ്തവരാണ്. ആരൊക്കെ ജുമാ നിസ്കരിക്കാൻ വന്നിട്ടുണ്ടോ അവരുടെ പേര് വിവരങ്ങളെല്ലാം ഞങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ സമയത്ത് അല്ലാഹ് ചോദിക്കും എത്ര മലക്കുകളോട്, മലക്കുകളോട് അല്ലാഹ് പറയാണ്, ആളുകളൊക്കെ വന്നിട്ട് ജുമാ നിസ്കരിച്ച് പോയിട്ടുണ്ടെന്ന പേര് വിവരങ്ങളെല്ലാം പടച്ച റബ്ബിൻ്റെ മുന്നിൽ സമർപ്പിച്ചിട്ട് എല്ലാം അങ്ങ് വായിച്ച് കേൾപ്പിച്ചാൽ അല്ലാഹ് പറയുമത്രേ, ഖദ് ഗഫറതു ലഹും, അവരുടെ പാപങ്ങളും ഞാൻ പുറത്തു കൊടുത്തിട്ടുണ്ട്, അവർ ചെയ്ത എല്ലാ ദോഷങ്ങളും ഞാൻ പുറത്തു കൊടുത്തിട്ടുണ്ട്. അല്ലാഹു മലായികത്തുകളോട് പറയുകയാണ്. മാത്രമല്ല ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ടല്ലേ പറഞ്ഞത്, മൻ റാഹ ഇലൽ മസ്ജുമാതി ഫി സഅത്തിൽ ഊലാ. ആദ്യം ജുമാക്ക് പള്ളിയിൽ വന്നാൽ എന്താ കൂലി? നൗഷാദിൻ്റെ പുട്ടും ചായ ആണോ? നമ്മളങ്ങനെ ചെയ്യുക. നമ്മൾ പള്ളിയിലേക്ക് വന്നാൽ പള്ളിയിലേക്ക് എത്തൂല. നമ്മൾ ആദ്യം അവിടെ പോയി ഇവിടെ വന്നിട്ട് എടുക്കാനുള്ളതും ഇതിനെ മുന്നെടുത്തും കൂടി അവിടുന്ന് വാത്തിലാക്കിയിട്ടേ നമ്മളും കൊണ്ടുവരുള്ളൂ അല്ലേ? അപ്പോൾ ആദ്യമായിട്ട് ജുമാക്ക് പള്ളിയിലെത്തി നേരത്തെ എത്തിക്കഴിഞ്ഞാൽ ഒരു ഒട്ടകത്തെ അറുത്തിട്ട് ദാനം ചെയ്തതിൻ്റെ പ്രതിഫലമാണ്. അതുപോലെ തന്നെ രണ്ടാമത് വന്നയാൾക്കോ ഒരു പശുവിനെ അറുത്ത് ദാനം ചെയ്തതിൻ്റെ, മൂന്നാമത് വന്നയാൾക്കൊരു ആടിനെ അറുത്ത് ദാനം ചെയ്തതിൻ്റെ, നാലാമത് വന്നവനക്കൊരു കോഴിയുടെ, അടുത്ത ആൾ അഞ്ചാമതായി വന്നവനക്കൊരു കോഴിയുടെ മുട്ടയുടെ, അങ്ങനെ ഓരോന്നിനും അല്ലാഹു പ്രതിഫലം ഇങ്ങനെ കുറച്ച് പറയുന്നുണ്ട്. അങ്ങനെ ഏത് വരെയാണ് മലായികത്തുകൾ ഈ ജോലി തുടരുന്നത്? ഫൈദാ ഖറജൽ ഇമാമു ഇലൽ മിമ്പരി, ഖതീബ് മിമ്പറിലേക്ക് ഇങ്ങോട്ട് പുറപ്പെട്ടാൽ, ഖതീബ് മിമ്പറിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് സംഭവിക്കാൻ പോകുന്നത് എന്താണ്? തുവിയത്തിസ് സുഹുഫു വറുഫിഅത്തിൽ അഖ്ലാം. ആ പേപ്പറൊക്കെ മടക്കി പേനക്കെടുത്ത് പോക്കറ്റിൽ വെച്ചിട്ട് മലായികത്തുകളെല്ലാവരും വന്നുകൊണ്ട് മിമ്പറിൻ്റെ ചുറ്റുഭാഗത്ത് സമീപത്തിരിക്കുമെന്നാണ്. യസ്തമിഊനൽ ഖുത്ബ. എന്തിനാ മലായികത്തുകൾ വരുന്നത്? ആ ഇമാം മിമ്പറിലേക്ക് ഖുത്ബ നിർവഹിക്കാൻ വേണ്ടി പുറപ്പെട്ടാൽ തുവിയത്തിസ് സുഹുഫു, ആ പേപ്പർ മടക്കുകയാണ്. വറുഫിഅത്തിൽ അഖ്ലാം, ആ പേനകൾ ഉയർത്തപ്പെടുകയാണ്. വജതമഅത്തിൽ മലായികതു ഇൻദൽ മിമ്പർ, മലായികത്തുകൾ മുഴുവനും മിമ്പറിന്റെ സമീപത്ത് വന്നിരിക്കും. യസ്തമിഊനൽ ഖുത്ബ, ഖതീബ് നിർവഹിക്കുന്ന ഖുത്ബ ശ്രദ്ധിച്ച് കേൾക്കാൻ. മലായികത്തുകൾ പോലും ഖുത്ബ ശ്രദ്ധിച്ച് കേൾക്കാൻ വേണ്ടി മിമ്പറിന്റെ അടുത്ത് വന്നിരിക്കും. നമ്മൾ ബാക്കിലിരുന്ന് അങ്ങനെ വർത്താനം പറയും, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഖുത്ബ എന്ന് പറയുന്നത് ഖുത്ബയുടെ സമയം അത്രമേൽ പ്രാധാന്യമുള്ളതാണ്. അങ്ങനെ ഖുത്ബ കേൾക്കാൻ വേണ്ടി മലായികത്തുകളെല്ലാവരും മിമ്പറിൻ്റെ സമീപത്തിരിക്കും. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഒരാൾ വരുന്നതെങ്കിൽ, ഏത് കഴിഞ്ഞിട്ട്? ഖതീബ് മിമ്പറിലേക്ക് പുറപ്പെട്ടതിൻ്റെ ശേഷമാണ് ഒരാൾ ജുമാക്ക് വരുന്നതെങ്കിലോ ഫകഅന്നമാ ജാഅ ലിഹഖ്ഖിസ് സ്വലാഹ്, ഓനൊരു 2 റക്അത്ത് നിസ്കരിക്കാൻ വന്നൂന്നേ ഓനെപ്പറ്റി പറയാൻ പറ്റുള്ളൂ. ഓൻ ജുമാ നിസ്കരിച്ചു എന്നൊരിക്കലും അവനെപ്പറ്റി പറയാൻ പറ്റൂല. അത് ഏത് വലിയ മുത്തവന്മാരായാലും ഏത് വലിയ കുലവേരനായാലും എല്ലാവർക്കും ആ വിഷയത്തിൽ ഒരേ സ്ഥാനമാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഒരു ജുമാ നിർവഹിക്കാൻ, എനിക്കൊന്ന് വെള്ളിയാഴ്ചയാണെന്ന് ഞാൻ ജുമാ നിസ്കരിക്കണം എന്ന് ചിന്ത ഉള്ളവൻ എപ്പോൾ വരണം? പരമാവധി എത്ര നേരത്തെയാണോ പള്ളിയിലേക്ക് എത്താൻ പറ്റുക അത്രയും നേരത്തെ വരണം.
ഇനി അതല്ല, ഇനി വല്ല കാരണവശാലും നേരം വൈകിയാൽ തന്നെ ഏതിൻ്റെ മുന്നോനെ എത്തിയിരിക്കണം. എന്താ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായത്? എപ്പോൾ വരണമെന്ന് മനസ്സിലായത്? ജാഫിയൊക്കെ പറയും. ഖത്തീബ് മിമ്പറിലേക്ക് പുറപ്പെടുന്നതിൻ്റെ ചില ആൾക്കാർ വിചാരിക്കും ഞാൻ കുത്തപ്പ തുടങ്ങിയിട്ട് എപ്പോൾ തുടങ്ങും, അപ്പോൾ കാലും കൂടി കേൾക്കാതെ അങ്ങോട്ട് ചാടുക. നമ്മൾ കാല് കേൾക്കുന്ന ആളുകളെ ബുദ്ധിമുട്ട് സഹിക്കാൻ വയ്യാതെ നമ്മളവിടെ ബോർഡ് വെച്ചത്. പള്ളി കാലിൽ അഴുക്കില്ലെങ്കിലും പള്ളിയുടെ ആ ഹുർമത്ത് മാനിച്ചിട്ടെങ്കിലും കാല് കഴുകിയിട്ട് കയറണമെന്ന് ആ ബോർഡുമ്പോൾ ഇങ്ങനെ നോക്കിയായിട്ട് കയറിക്കൊണ്ട് വരും. വല്ലാത്ത മക്കൾ തന്നെ. അപ്പോൾ നോക്കാൻ നിങ്ങൾ, അപ്പോൾ പള്ളിയിലേക്ക് ഒരു ജുമാക്ക് ഒരു മനുഷ്യൻ വരികയാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് അവൻ എപ്പോൾ എത്തിയിരിക്കണം? ഖത്തീബ് മിമ്പറിലേക്ക് മിമ്പറിൽ കയറുന്നതിൻ്റെ എന്നല്ല പറഞ്ഞത്, മിമ്പറിലേക്ക് പുറപ്പെടുന്നതിൻ്റെ മുന്നേ അവൻ പള്ളിയിലെത്തിയാൽ ഓനക്ക് അന്ന് ജുമാ കിട്ടിയെന്ന് പറയാം. അല്ലാത്തവനെ പറ്റിയിട്ട് എന്താ പറഞ്ഞത്? ഫകഅന്നമാ ഫമൻ ജാ ബഅദ ദാലിക, ഈ ഖത്തീബ് മിമ്പറിലേക്ക് പുറപ്പെട്ടതിൻ്റെ ശേഷമാണ് ഒരാൾ വരുന്നതെങ്കിലോ ഫകഅന്നമാ ജാ ലിഹഖി സ്വലാഹ്, ഓന് നിസ്കരിക്കാൻ വേണ്ടി വന്നതാണ്. ജുമാക്ക് വന്നെന്ന് ഓനെ പറ്റി എന്ത് ചെയ്യാൻ പറ്റൂല, പറയാൻ പറ്റൂല. അപ്പോൾ ഒരു റാത്തീബ് പള്ളിയിലോ നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു ജുമാ മസ്ജിദിലോ ഒരു ജുമാ നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ അതിൽ എത്ര ആൾക്ക് ജുമാ കിട്ടിയിട്ടുണ്ടാവും ഇപ്പം നിങ്ങളെ കാഴ്ചപ്പാടിൽ? ചിന്തിച്ചോക്കാണ്. അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് നല്ല രീതിയിൽ നമ്മുടെ സമയം എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടതാണ്. ആ വിലപ്പെട്ട സമയത്തെ അതിൻ്റേതായ വിലയോടുകൂടി നമ്മൾ എന്ത് ചെയ്യണം? ഉപയോഗപ്പെടുത്തുകയും ചിലവഴിക്കുകയും വേണം. അള്ളാഹു നമുക്ക് അതിനൊക്കെ ഭാഗ്യം തരട്ടെ. അങ്ങനെയാകുമ്പോഴാണ് മരിക്കുന്ന സമയത്ത് റാഹത്തോടെ മരിക്കാൻ പറ്റുക. നമ്മളൊക്കെ ഇപ്പം ഇങ്ങനെ മനസ്സിലാക്കി വെച്ചിരിക്കാം, മരണം എന്നിട്ട് പറഞ്ഞാൽ 4 ആൾ പെരയിൽ വരും, ഏതെങ്കിലും വല്ല സംഘടനകൾ സൗജന്യമായിട്ട് കുറച്ച് കസാല കൊടുത്തിട്ട് തരും, 2 ദാർപ്പായി തരും, പിന്നെ 3-ൻ്റെ അന്ന് കുറച്ച് അലുവീൻ ലഡും പായസമൊക്കെ പാടായിട്ട് കുറച്ച് ദിക്കറും ഉണ്ടാവും. ദിക്കറിൽ അൽഹംദുലില്ലാഹ് കൂട്ടായിക്കാർക്ക് എ ഗ്രേഡാണ്. ഞാൻ അത്ര തോന്നെ ദിക്കറിന് ആളുകൾ പങ്കെടുക്കണം ഒരു സ്ഥലം ഞാൻ എൻ്റെ പരിചയത്തിൽ വേറെ കണ്ടിട്ടില്ല. പക്ഷെ അതുകൊണ്ടായില്ലല്ലോ, അതുകൊണ്ടായില്ല. അപ്പോൾ ഇത് നമ്മളെപ്പോഴും മനസ്സിലാക്കണം. 100 കൊല്ലം മുന്നേ അസ്രായീൽ അലൈഹിസ്സലാം റൂഹിനെ പിടിച്ചിട്ട് ഈ വ്യക്തിയോട് ചോദിച്ചും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെല്ലാവരും അള്ളാഹുവോട് ദുആ ചെയ്തത്, മരണം എങ്ങനെയാണ്, എന്താണ് അവസ്ഥ എന്ന്. അങ്ങനത്തെ ഖബറിന്ന് നീച്ച് വന്നിട്ട് പറയാം ഞാൻ 100 കൊല്ലം മുന്നേ മരിച്ച ആൾ അപ്പോഴും ചൂടാറിയിട്ടില്ല എന്ന്. ഇതൊക്കെ ഒന്ന് ശരിക്ക് ഒഴിഞ്ഞിരിക്കണ നേരത്ത് പള്ളർച്ച് ചോറ് വെച്ച് ഏമ്പക്കം വിട്ടിട്ട് കാലിങ്ങനെ തിണ്ടുമ്പോൾ കയറ്റിച്ചിരിക്കുമല്ലോ നമ്മൾ. അപ്പം ഇങ്ങനെ ചിന്തിക്കണം റബ്ബേ എന്താ അവസ്ഥ എന്നുള്ളത്. അപ്പോഴാണ് നമുക്കൊക്കെ എന്ത് ചെയ്യുക, കുറച്ച് നമ്മളിങ്ങനെ വല്ലാതെ ഇങ്ങനെ നൊരഞ്ഞു പൊന്തുമ്പോൾ അതിനൊക്കെ ഒരു ശാന്തി കിട്ടാൻ ഇത് നല്ലതാണ്. മറ്റുള്ളവനോടുള്ള പകയും വിദ്വേഷവും നമ്മളെ കൽബിൻ്റെ ഉള്ളിൽ നമുക്ക് നിയന്ത്രിച്ചാൽ കിട്ടാത്തൊരവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഇതൊന്ന് ചിന്തിച്ചാൽ മതി. എന്ത്? നൂഹ് നബിയുടെ മകനെ ഖബറിൽ നിന്ന് ഹയാത്താക്കിയ സമയത്ത് അത് 4000 കൊല്ലം മുന്നേ മരിച്ച ആളാണ്. നൂഹ് നബിയുടെ മകൻ 4000 കൊല്ലം മുന്നേ മരിച്ചിട്ട് ആ ഖബറിൽ നിന്ന് ഈസാ നബി അലൈഹി സ്വലാം എണീപ്പിച്ചപ്പോഴാണ് പറഞ്ഞത് എന്ത്? ഇന്നും ഫമാ ദഹബ അന്നി അലമു സക്കറാത്തിൽ മൗത്ത്, ഇപ്പോഴും ആ മരണത്തിൻ്റെ വേദന എൻ്റെ അടുത്ത് നിന്ന് മാറിയിട്ടില്ല. അപ്പോൾ എൻ്റെ തലമുടിയും താടിരോമങ്ങളൊക്കെ നിരച്ചത് എന്ന് ചോദിച്ചപ്പോൾ, നിങ്ങൾ എൻ്റെ ഖബറിൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ വിളിച്ചപ്പോൾ ഞാൻ വിചാരിച്ചത് കഅന്നൽ ഖിയാമത്ത് ഖദ് ഖാമത്ത്, ഖിയാമത്ത് നാളായോ എന്ന് പേടിച്ചിട്ട് ആ ഒരൊറ്റ കാളിലുണ്ട് കാളിയതാണ്. അപ്പം തന്നെ നിരച്ചു എൻ്റെ തലയും താടിയും. അള്ളാഹുവേ ഞങ്ങളെ കാക്കണേ റബ്ബേ. ഇതാണ് മനുഷ്യന്മാരെ, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണ്ടേ. നമ്മളിങ്ങനെ 2 ബടായും വിട്ട് ഇങ്ങനെ നടന്നാൽ എല്ലാം ആയി എന്നുള്ള ചിന്താഗതിയിലാണ് നമ്മളുള്ളത്. മരണത്തെക്കുറിച്ചൊരു മനുഷ്യൻ ചിന്തിക്കേണ്ട രീതിയിൽ ചിന്തിച്ചാൽ പിന്നെ ഓനക്കന്ന് കഞ്ഞിയും ചോറും വേണ്ടി വരില്ല. അള്ളാഹു മരിക്കുമ്പോൾ ഈമാൻ നമുക്ക് എല്ലാവർക്കും സലാമത്താക്കി തരട്ടെ. അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ വല്യപ്പ 4 ദിവസം മുന്നേ മരണപ്പെട്ടു. വല്ലാതെ പരിശുദ്ധമായ ദീനിനെയും അതുപോലെ തന്നെ ജമാഅത്തിനൊക്കെ നല്ല പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു വിശിഷ്ട വ്യക്തിത്വമായിരുന്നു. അതേപോലെ തന്നെ നമ്മൾ ജോലി ചെയ്യുന്ന എപ്പോൾ ചെന്നാലും, ഇപ്പോൾ ഞാൻ ഈ മഹല്ലുകളിലൊക്കെ ജോലി ചെയ്തപ്പോൾ ഏത് മഹല്ലത്തിലാണോ ജോലി ചെയ്യുന്നതെങ്കിൽ ആ മഹല്ലത്തിലുള്ള നിവാസികളാകുന്ന ആളുകൾ പോലും ചോദിച്ചറിയാത്ത വിധത്തിൽ ആ മഹല്ലിൻ്റെ അവസ്ഥയെക്കുറിച്ചും ദീനിയായ പുരോഗതിയെക്കുറിച്ചൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നതിൽ വലിയ തൽപരനായിരുന്നു. ദീനിനെയും ദീനിൻ്റെ ആളുകളെയും വല്ലാതെ ഇഷ്ടപ്പെട്ടവരായിരുന്നു. അള്ളാഹു പാരത്രിക ദർജ ഉയർത്തി കൊടുക്കട്ടെ. ഒരുപാട് രോഗങ്ങളും പ്രയാസങ്ങളൊക്കെ സഹിച്ചിട്ടുണ്ട്. അള്ളാഹു അതിനൊക്കെ അർഹമായ പ്രതിഫലം 2 ലോകത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ജീവിതകാലത്ത് ചെയ്ത എല്ലാ ഹസനാത്തുകളും അള്ളാഹു അവരിൽ നിന്ന് സ്വീകരിക്കട്ടെ. വല്ല സല്ലാത്തുകളും വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു അവൻ്റെ മഹലായ ഫളല് കൊണ്ടും ഈ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ ബറക്കത്ത് കൊണ്ടും അള്ളാഹു അഫ്വ് ചെയ്ത് അവൻ്റെ മഗ്ഫിറത്തിലേക്ക് അള്ളാഹു എത്തിക്കട്ടെ. അതുപോലെ തന്നെ
തന്നെ ഇന്നലെ മരണപ്പെട്ട നമ്മുടെ കാവഞ്ചേരി തങ്ങളുപ്പാപ്പങ്ങൾക്കൊക്കെ അറിയാം. കാവഞ്ചേരി തങ്ങളെക്കുറിച്ച് കേൾക്കാത്തവരായിട്ട് ആരുണ്ടാവാൻ സാധ്യതയില്ല. തങ്ങളും റബ്ബിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായി. അള്ളാഹു പാരത്രിക ദർജ ഉയർത്തട്ടെ. അങ്ങനെ ഓരോരുത്തരും നമ്മിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ അവസ്ഥയാണ് നമുക്കും വരാനുള്ളത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മരണത്തെക്കുറിച്ച് പറഞ്ഞു തന്നു. നാളെ ഒരു പക്ഷേ എൻ്റെ മരണവാർത്തയും നിങ്ങൾ കേട്ടേക്കാം. ഏത് സമയത്താണ് മരണമെങ്കിലും അള്ളാഹു നമ്മുടെ ഈമാൻ സലാമത്താക്കി തരട്ടെ. റാഹത്തോടെ ജീവിച്ച് അതേ റാഹത്തോടെ തന്നെ മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നസീബാക്കട്ടെ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കി. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ ദിവസത്തിൻ്റെ എല്ലാ ഫളലുകളും നൽകുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയും നമ്മോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞല്ലോ, ഒരു ഉസ്താദിൻ്റെ ഒരു ബാക്കവിയുടെ, നിങ്ങൾക്ക് തോന്നുന്നു ഉസ്താദിനെ ഒന്നും പിരിവ് അതൊന്നും ഉസ്താദിൻ്റെ അടുത്ത് കല്ലട്ടോ കൊണ്ടുപോകണം, അത് മനസ്സിലാക്കിക്കൊണ്ടേ. ഒരു ബാക്കവിയുടെ മകളുടെ കല്യാണമുണ്ട്. ഇൻഷാ അള്ളാഹ് നിങ്ങളെ കൊണ്ട് കഴിയുന്നത് തരും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹു സുബ്ഹാനഹു വ തആല കുടുംബത്തിലെ സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ മാറ്റി ഐശ്വര്യം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ഹലാലായ സമ്പത്തിൻ്റെ വഴികളൊക്കെ റബ്ബ് തുറന്നു തരട്ടെ. ബിഫളി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ നീ ഖബൂലാക്കണേ റബ്ബേ. എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പരിശുദ്ധമായ ഈ പള്ളിയിൽ വെച്ചുകൊണ്ട് ജുമാ നിസ്കരിച്ച് ഞങ്ങൾ ചെയ്യുന്ന സംഭാവനകളൊക്കെ സ്വീകരിക്കണേ റഹ്മാനെ. കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, സാഹചര്യങ്ങളെ സിഹറിനെ തൊട്ടും ആയിനീയങ്ങളെ അയിനിനെ തൊട്ടും നമ്മാമീങ്ങളെ നമീമത്തിനെ തൊട്ടുമൊക്കെ കാക്കണേ അല്ലാഹ്. എല്ലാവിധ പ്രയാസങ്ങളെ തൊട്ടും കാക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ ജഅലനാ മിൻ ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وصحاب سيدنا ومولانا محمد. أرحم الرحمن يا الملك الجبار يا രാജാതിരാജനായ അല്ലാഹ്, ഈ മജ്ലിസ് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ നിസ്കരിച്ച ഞങ്ങളുടെ ജുമാ നിസ്കാരം, ഞങ്ങളുടെ ഖുതുബ, ഞങ്ങളുടെ എന്തെല്ലാം അദ്കാറുകൾ ഔറാദുകളുണ്ടോ എല്ലാം നീ സ്വീകരിക്കണം റഹ്മാനെ. അല്ലാഹുവേ, രണ്ട് ലോകത്തേക്കും ഉപകാരപ്പെടും വിധം സമ്പൂർണ്ണമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പരിശുദ്ധമായ മജ്ലിസിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ ചെയ്ത സ്വതഖ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഇതിൻ്റെ സവാബിന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. സർവ്വ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, ശുഹദാക്കൾ, മശായിഖന്മാരെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുടെ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്. ഈ മജ്ലിസിൻ്റെ തവാബിന് ഞങ്ങളുടെ പള്ളിയുടെ ചുറ്റുഭാഗത്ത് അന്തിവിശ്രമം കൊള്ളുന്ന ഖബറാളികളുടെ ഹദ്റത്തിലേക്കും അതുപോലെ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞ ആരെല്ലാം ഉണ്ടോ അല്ലാഹുവേ എല്ലാവരുടെ ഹദ്റത്തിലേക്കും എത്തിക്കണേ അല്ലാഹ്. പ്രിയപ്പെട്ട പൊന്നുമോൻ ഷിഫിൻ സരീദിൻ്റെ ഖബറിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പ്രിയപ്പെട്ട വെള്ളിപ്പയുടെ ഹദ്റത്തിലേക്ക് എത്തിക്കണം റഹ്മാനെ. അല്ലാഹുവേ, സയ്യിദോരുടെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. ആരൊക്കെ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയോ അവിടെ ഹദ്റത്തിലേക്ക് എത്തിക്കണം റഹ്മാനെ. എല്ലാവരുടെയും പാരത്രിക ദറജ ഉയർത്തണേ അല്ലാഹ്. എല്ലാവരുടെയും പാരത്രിക ദറജ ഉയർത്തണേ അല്ലാഹ്. അവരനുഭവിച്ച പ്രയാസങ്ങൾക്ക് പകരം സ്വർഗം നൽകണേ റഹ്മാനെ. ജീവിക്കുന്ന കാലം മുഴുവനും ഇസ്സത്തോടെ ജീവിച്ച് അവസാനം ഈ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ പറഞ്ഞ് സന്തോഷത്തോടെ മരിക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും നീ ഭാഗ്യം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളോട് ബന്ധപ്പെട്ടവർക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് സാഹിര്യങ്ങളെ സിഹറിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ആയിനീങ്ങളെ അയിനിനെ തൊട്ട് കാക്കണേ റബ്ബേ. നമ്മാമീങ്ങളെ നമീമത്തിനെ തൊട്ട് കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പരിശുദ്ധമായ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് ചോദിക്കുന്നു അല്ലാഹ്, മാരകമായ ക്യാൻസർ ഞങ്ങൾക്ക് തരല്ല അല്ലാഹ്. ട്യൂമർ നൽകല്ല അല്ലാഹ്. കിഡ്നി സംബന്ധമായ രോഗങ്ങൾ തരല്ല അല്ലാഹ്. ഹാർട്ട് സംബന്ധമായ രോഗങ്ങൾ തരല്ല അല്ലാഹ്. വേദന സഹിക്കാൻ പറ്റാത്ത രോഗങ്ങൾ തരല്ല അല്ലാഹ്. വേദന സഹിക്കവയ്യാതെ കാലിട്ടടിച്ച് പെടഞ്ഞ് മരിക്കുന്ന രോഗങ്ങൾ തരല്ലേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്യുന്ന ജോലികളിലൊക്കെ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഓരോരുത്തരും വ്യത്യസ്തങ്ങളായ ജോലികൾ ചെയ്യുന്നവരാണ്. എല്ലാവർക്കും നിന്റെ കാവൽ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, അതിലൊക്കെ ബറക്കത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, കടലിലേക്ക് അന്നം തേടി പോകുന്നവർക്ക് ബറക്കത്ത് നൽകണേ
നൽകണേ അല്ലാ. റിസ്ഖിൻ്റെ വാതിൽ തുറന്നു നൽകണേ അല്ലാ. പ്രയാസപ്പെടുത്തല്ല റഹ്മാനെ. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ഖൈറ് പ്രദാനം ചെയ്യണേ അല്ലാ. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് അനുയോജ്യമായ അവസരങ്ങൾ നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ സഹോദരങ്ങളെ കണ്ണെത്താത്ത ദൂരത്ത് കൊണ്ടിട്ട് കഷ്ടപ്പെടുത്തല്ല തമ്പുരാനെ. അപകടങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. ഇന്നലൊരു വിമാന അപകടം നടന്നു. ഏകദേശം 200 ചില്ലാനും ആളുകൾ ഈ ലോകത്തോട് വിട പറഞ്ഞു. അവരുടെയൊക്കെ കുടുംബത്തിന് സമാധാനം നൽകണേ അല്ലാ. ഞങ്ങളും വാഹനങ്ങളിലും ഫ്ലൈറ്റുകളിലുമൊക്കെ യാത്ര ചെയ്യുന്നവരാണ്. അല്ലാഹുവേ, നിന്റെ കാവല് നൽകണേ അല്ലാ. അപകടങ്ങളിൽപ്പെട്ട് നടുറോഡിൽ വെച്ച് അപകടങ്ങളിൽപ്പെട്ട് ഞങ്ങളെ ശരീരഭാഗങ്ങൾ ചിന്നിച്ചിതറിയിട്ട് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് പോലും ഞങ്ങളെ കണ്ടാൽ തിരിച്ചറിയാത്തൊരവസ്ഥ ഞങ്ങളിൽ ആർക്കും നൽകല്ല റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളോട് ബന്ധപ്പെട്ടവർക്ക് നൽകല്ല അല്ലാ. എത്രയോ വർഷങ്ങളായി കാലിൽ മുറിവ് വന്നിട്ട് ശരീരത്തിൽ മുറിവ് വന്നിട്ട് ഭേദമാകാൻ വേണ്ടി പ്രയാസപ്പെടുന്നവരുണ്ട്. സലാമത്താക്കണേ അല്ലാ. അവയവങ്ങൾ മുറിച്ച് മാറ്റേണ്ട രോഗങ്ങൾ ഞങ്ങൾക്ക് തരല്ല അല്ലാ. അല്ലാഹുവേ, രോഗി അറിയുന്നതിൻ്റെയും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് രോഗിയുടെ ശരീരത്തിൽ രോഗാണുക്കൾ കൂട് കെട്ടി പാർക്കുമെന്നാണ്. ഈ പാവങ്ങളായ ഞങ്ങളുടെ ശരീരത്തിൻ്റെ ഏതൊക്കെ മുക്കുമൂലകളിൽ എന്തൊക്കെ രോഗത്തിൻ്റെ രോഗാണുക്കളുണ്ടെന്ന് ഞങ്ങൾക്കറിയില്ല റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ ശരീരത്തിൽ എന്ത് രോഗാണുക്കളുണ്ടെങ്കിലും ഈ മജ്ലിസിൽ ഞങ്ങൾ പങ്കെടുത്തു എന്ന ഒറ്റ കാരണം കൊണ്ട് ഇതിൽ നിന്ന് ഞങ്ങൾ പിരിയുമ്പോഴേക്ക് സർവ്വത്തിനെയും നശിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ ഏറ്റെടുക്കണം റഹ്മാനെ. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങളെ ഖബർ രക്ഷയുടെ വീടാക്കണേ അല്ലാ. ശിക്ഷയുടെ വീടാക്കല്ല അല്ലാ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് വേണ്ടി എന്തൊക്കെ ഞങ്ങളും കുടുംബങ്ങളും ചെയ്തിട്ടുണ്ടോ എല്ലാം നീ കബൂലാക്കണേ അല്ലാ. അതിൻ്റെ സവാബിനെ അവരുടെ ഖബറിലേക്ക് എത്തിക്കണം റഹ്മാനെ. വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ഇടപെടുന്ന ഒരാളായിരുന്നു പ്രിയപ്പെട്ട വല്യുപ്പ. അല്ലാഹുവേ, പാരത്രിക ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാ. ഇത്ര ഇൽമിൻ്റെ ആളുകളായി എന്നതിൻ്റെ പേരിൽ ഒരു പ്രത്യേകമായ സ്നേഹവും വാത്സല്യവുമാണ്. അല്ലാഹുവേ, ഖൈർ നൽകണം റഹ്മാനെ. കണ്ണെത്താത്ത ദൂരത്തോളം ഖബർ വിശാലമാക്കണേ അല്ലാ. സ്വർഗത്തിൻ്റെ കവാടം ഖബറിലേക്ക് തുറന്നു നൽകുന്നവരിൽ പെടുത്തണേ അല്ലാ. ഹബീബിൻ്റെ തിരുക്കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ എന്ന പുണ്യതീർത്ഥം വാങ്ങിക്കുടിക്കാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ. ഞങ്ങൾക്കെല്ലാവർക്കും നൽകണേ അല്ലാ. ഞങ്ങളെ സ്വീകരിക്കണം റഹ്മാനെ. ആമീന ബിറഹ്മതിക യാ അർഹമർ റാഹിമീന ബിഫളലി സല്ലല്ലാഹു അലാ മുഹമ്മദ്.